ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലോം ലേണിംഗ്. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ആനുവൽ എക്സാം സ്പെഷ്യൽ ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കളക്ട് ഡിഫറെൻറ്റ് സീഡ്സ് ആൻഡ് ഒബ്സർവ് ദീസ് സീഡ്സ് കെയർഫുള്ളി. ദർ ഷേപ്പ്, സൈസ്, കളേഴ്സ് ആൻഡ് ടെക്സ്ചർ. അതായത് സ്മൂത്ത് ആണോ റഫ് ആണോ എന്ന്. മേക്ക് എ സീഡ് ചാർട്ട് ടു പുട്ട് അപ്പ് ഇൻ ദി ക്ലാസ് ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ ടേബിൾ ലൈക്ക് ദിസ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഓരോ സീഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ ചിത്രം വരയ്ക്കുക, അതുപോലെ തന്നെ അതിൻ്റെ കളറ്, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ, അതിൻ്റെ ആ ഒരു സൈസ്, അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ ടേബിളിൽ കാണുന്ന എന്താണ്? നെയിം ഓഫ് ദി സീഡാണ്, പിന്നെ അതിൻ്റെ കളറ്, പിന്നെ അതിൻ്റെ ഷേപ്പ്, പിന്നെ അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ആദ്യത്തെ സീഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് മക്കളെ? രാജ്മയാണ്. രാജ്മ എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ കളറിലാണ്. അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് സ്മൂത്താണ്. ഇനി അടുത്തത് പപ്പായയാണ് തന്നിരിക്കുന്നത്. സീഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. സീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് റഫാണ്. ഇനി അടുത്തത് ആപ്പിൾ ആണ്. ആപ്പിളിൻ്റെ സീഡ് എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രൗൺ സീഡ് കാണാനായിട്ട് സാധിക്കും. അതെന്താ മക്കളെ? സോഫ്റ്റ് ആണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് നമ്മുടെ മസ്ക് മെലൺ ഉണ്ട്. അതിൻ്റെ സീഡ് വൈറ്റ് കളറാണ്. അത് സോഫ്റ്റ് ആണ്. അതുപോലെ മാംഗോയുടെ സീഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റിഷ് യെല്ലോ കളറാണ്. അത് റഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം കേട്ടല്ലോ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ഇൻ ദി ലൈഫ്സ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫാമേഴ്സ്. ഓക്കെ, ഫാമേഴ്സ് എന്ന് പറയുന്നതിൽ കുറേ ഫാമേഴ്സ് ഉണ്ടാവില്ലേ? ഓരോരോ കൃഷികൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഫാമേഴ്സിൻ്റെ സിമിലാരിറ്റീസും അവർ തമ്മിലുള്ള ഡിസിമിലാരിറ്റീസും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം സിമിലാരിറ്റീസ് ആണ് നമുക്ക് നോക്കേണ്ടത്. സിമിലാരിറ്റീസ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസ് നോക്കാം. സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഫാമേഴ്സ് ആർ ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ഫാമിംഗ് ഫോർ ദ ലിവിങ് ഗുഡ്. ഓക്കെ, അതുപോലെ തന്നെ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് എൻഗേജ്ഡ് ഇൻ ഫാമിംഗ് ആയിരിക്കും. ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ റെയിൻ ഫോർ ഇറിഗേഷൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദം എന്ന് പറയുന്നത് ഇലിറ്ററേറ്റ് ആയിരിക്കും. പിന്നെ അവയെല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? പ്രിമിറ്റീവ് മെത്തേഡായിരിക്കും. ഇതൊക്കെയാണ് സിമിലാരിറ്റീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സം ഫാമേഴ്സിന് എന്തായിരിക്കും? അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ലെസ് നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഈസ് എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്. സം ഫാമേഴ്സ് എന്ന് പറയുന്നത് ലിറ്ററേറ്റ് ആയിരിക്കും. സം ഫാർമേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ഫാം എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, അതും ഓർത്തിരിക്കുക. സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസുമാണ് നോട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം റൈറ്റ് ഡൗൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ലീഡർ മസ്റ്റ് ഡു. അതായത് ഒരു ലീഡർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെറിയ രീതിയിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ചാപ്റ്ററിൻ്റെ ബേസിലുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പ് അതേഴ്സ് ഇൻ ക്യാരിങ് ദർ ബാഗ് ആൻഡ് ലെറ്റ് ദ ഗ്രൂപ്പ് ഗോ ഹെഡ് ആൻഡ് കീപ് ടു ദ ലാസ്റ്റ്. അതായത് നമുക്കറിയാം ഈ എന്താ പറയുക, മലയൊക്കെ കയറുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ ഒരു ലീഡറായിട്ട് ഒരാളെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലീഡർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യമായിരുന്നു ഇത്. ഹെൽപ്പ് ദോസ് ഹു കാനോട്ട് ക്ലൈംബ് പ്രോപ്പർലി ആൻഡ് ഫൈൻഡ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റോപ്പ് ആൻഡ് റെസ്റ്റ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ദോസ് ഹു ആർ നോട്ട് വെൽ, അറേഞ്ച് ഫോർ ഫുഡ് ഫോർ ദി ഗ്രൂപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു ബി റെഡി ടു ബി പണിഷ്ഡ് ഈവൻ വെൻ സം വൺ എൽസ് മേ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞു പോയിന്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്യാൻ യു റിക്കഗ്നൈസ് ദീസ് ഗ്രെയിൻസ്. ഇവിടെ കുറച്ച് ഗ്രെയിൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പേരുകൾ നോട്ട് ചെയ്യുന്ന കാര്യത്തിൽ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാൻ, നല്ല രീതിയിൽ മാർക്ക് മേടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.